മലപ്പുറം തിരുവേഗപ്പുറയിൽ നിന്നാണ് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. പാലത്തിന്റെ ഉയരക്കുറവാണ് പ്രതിസന്ധി തീർക്കുന്നത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കാൻ നിർമ്മാണ കമ്പനി പുഴയിൽ നിന്ന് വ്യാപകമായി മണലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മലപ്പുറം പാലക്കാട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം ചെറിയ തോതിൽ വെള്ളം വരുമ്പോൾ തന്നെ ഷട്ടറിനും പാലത്തിനും മുകളിലൂടെ വെള്ളം ഒഴുകുന്നതായാണ് പരാതി. പാലം നിർമ്മിച്ചപ്പോൾ തന്നെ ഉയരം കുറഞ്ഞതാണ് ഇതിന് കാരണം. പരമാവധി പൊക്കി വെച്ച ഷട്ടറിന്റെ പകുതിയാണ് മൂടി പോകുന്ന രീതിയിലാണ് 2024 വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. അതെന്നുവെച്ചാൽ 2018 19 വെള്ളം ഇല്ല. അപ്പോൾ 18-19 വെള്ളം ഇനി അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഷട്ടർ കംപ്ലീറ്റ് മൂടി പോകുന്ന രീതിയിൽ വലിയ അപാകതയാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മറികടക്കാൻ ഷട്ടറിന്റെ താഴ്ഭാഗത്ത് നിന്ന് വ്യാപകമായി മണലെടുക്കാൻ ശ്രമിക്കുന്നതായാണ് ആക്ഷേപം. DPR തയ്യാറാക്കിയത് 2013-ലാണ്. 10-12 വർഷങ്ങളെ കൊണ്ട് ഇവിടെ കണ്ടമാനം മണൽ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ തടഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പാലത്തിന്റെ മീതെ വെള്ളം ഉയരാനുള്ള സാധ്യത ഉണ്ടായത്. അത് നീക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുമെന്നാണ്. പക്ഷെ അത് അവരിങ്ങനെ പറഞ്ഞു പോവുക മാത്രമേ ഉള്ളൂ. അത് കഴിയും എന്ന് ശാസ്ത്രീയമായി പഠനത്തിൽ തെളിയിക്കുന്ന വല്ല രേഖയും അവരുടെ കയ്യിലുണ്ടോ? ഇവർ ശാസ്ത്രീയ പഠനം നടത്തി എന്ത് ചെയ്തിട്ടാണെന്നൊരു ഈ മണൽ താത്തിയാൽ ഈ വർഷം താത്തിയാൽ അടുത്ത കൊല്ലം 10 മണൽ മേലിന്ന് വെള്ളം മണൽ വന്നിട്ട് അതങ്ങനെ പിന്നെ തൂരില്ല ചെയ്യാം. പല ഹൈറ്റില്ല, വെള്ളം സ്റ്റോർ ചെയ്യാനിപ്പോൾ ഇതുകൊണ്ട് പരിഹാരം ആവില്ല. പ്രദേശത്തെ പുഴയിൽ നിന്ന് വലിയ തോതിൽ മണലെടുക്കുന്നതോടെ കൃത്രിമ കയം രൂപപ്പെടും. ഇത് വലിയ തോതിൽ പ്രദേശത്ത് ജലക്ഷാമത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഒരു സമിതിയെ നിശ്ചയിക്കുകയും ഈ സംഘം പ്രദേശത്തെ പരിശോധന നടത്തുകയും നിർമ്മാണത്തിൽ അപാകത പുറത്തുനിന്നുള്ള ഒരു ഏജൻസി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ കാത്തുനിൽക്കാതെ ധൃതി പിടിച്ച് മണൽ വാരാനാണ് ശ്രമിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പാലം നിർമ്മാണത്തിന്റെ അതേ സമയത്ത് തന്നെ സമീപത്തായി നിർമ്മിച്ച പമ്പ് ഹൌസിന്റെ ഉയരം പോലും പാലത്തിനില്ലെന്നാണ് ആക്ഷേപം. പരമാവധി പൊക്കി വെച്ച ഷട്ടറിന്റെ 1/4 ഭാഗം മൂടിയാലേ ആ പമ്പ് ഹൗസിനകത്തേക്ക് വെള്ളം കയറുള്ളൂ. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഒരേ സമയത്താണ് ഈ 2 പദ്ധതികൾ ഇവിടെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ളത്. സർക്കാരിന്റെ 2 ഏജൻസികൾ ഇവിടെ പഠനം നടത്തിയതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതായത് 4.5 മീറ്ററിലധികം വ്യത്യാസമുണ്ട്, 5 മീറ്ററോളം വ്യത്യാസമുണ്ട്. ഇതിന്റെ മാക്സിമം ഫ്ലഡ് ലെവൽ പരിഗണിച്ചതിലുള്ള വ്യത്യാസം. പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകത മറയ്ക്കാൻ മണലെടുപ്പ് തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. മീഡിയ 1 മലപ്പുറം.